സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 400 സബ്സ്ക്രൈബ്സായി. സന്തോഷം. ആൾക്കാർ കൂടുന്തോറും സുവിശേഷം പറയാൻ പറ്റുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പോയ എപ്പിസോഡ് 360 പേരെങ്ങാണ്ടൊക്കെ ഉണ്ട്. അതിലും വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ആളുകളിയല്ല. സ്വർഗം നിങ്ങളെ സ്തോത്രം ഉപയോഗിക്കണം. ദൈവത്തിനു വേണ്ടി നിങ്ങൾ നിൽക്കണം. വചനം, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറയണം. ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഈ പൗലോസും ശീലാസും ഒത്തിരി അടി കൊണ്ടാണ് ആമത്തിൽ പൂട്ടിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. അവർ പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ആമങ്ങളെല്ലാം പൊട്ടി. എന്തിനു പറയണത്, ആ ജയിൽ വരെ തകർന്നു. ഒക്കെ ഓക്കെ. പക്ഷേ സ്തോത്രം, ആ ജയിലിനകത്തുള്ള മെയിൻ ആള് ഈ പുള്ളിക്കാരനാണ് ഇതെല്ലാം ചെയ്തേ. പക്ഷെ തനിയെ വാളെടുത്ത് കുത്താനായിട്ട് വാളോങ്ങി. പൗലോസ് പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട, ഞങ്ങളിവിടെ ഉണ്ട്, നീ ആത്മഹത്യ ചെയ്യരുത്. ഇപ്പം നമുക്ക് സ്തോത്രം, നമ്മൾ ദ്രോഹിച്ചവരെ ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. ഒരു കുറ്റവും നമ്മൾ ചെയ്തിട്ടില്ല, ഒരു തെറ്റും നമ്മൾ ചെയ്യാനും പോകുന്നില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ വേണമെന്നും മനഃപൂർവ്വമായിട്ടും നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മളെ കണ്ടാൽ മതി, നമുക്ക് ദേഷ്യം വരും നമ്മുടെ ഉള്ളിനകത്ത്. ഇന്ന് ഞാൻ ഈ ബൈബിള്, ഈ ദൈവവചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞ, ക്രൂശിൽ നോക്കുക, സകലതും ക്ഷമിച്ചു. നമുക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ല, ഉള്ള കാര്യം തുറന്നു പറയാം, ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ നീ ക്ഷമിച്ചു നോക്ക്, നിൻ്റെ കുടുംബത്തിൽ വൻ അത്ഭുതം നടക്കും. നീ ക്ഷമിച്ചു നോക്കുക, പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഇരിക്കും. ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനെതിരാണ്. ജഡം പൊങ്ങുന്നെങ്കിൽ അത് സാത്താൻ ഏറ്റവും വലിയ ഗുണകരമായ ഒരു സംഭവം. ഏതൻ തോട്ടത്തിനകത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. പാമ്പിനോട് ചോദിച്ച് പാമ്പ് ഓക്കെ പറഞ്ഞു. പാമ്പ് സാത്താന് വേണ്ടി അങ്ങ് നിന്നു കൊടുത്തെന്ന് വേണം പറയാൻ. സ്തോത്രം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഞായറാഴ്ച തോറും ചർച്ചിൽ പോകുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. നിങ്ങൾ ആ ഞായറാഴ്ച മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴും മാത്രമേ നമുക്കൊരു ആത്മീയ ഉണർവുള്ളൂ, അന്യഭാഷയുള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധയുള്ളൂ. ബാക്കിയുള്ള ദിവസത്തിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. കുടുംബത്തിനകത്ത് കലഹം, മക്കളോടുള്ള പ്രശ്നങ്ങൾ, അമ്മായിയമ്മ പോര്, കുടുംബത്തിനകത്ത് കടം പ്രശ്നങ്ങൾ, ചുമ്മാ നല്ല വാക്ക് പറയാണ്ട് എല്ലാം നെഗറ്റീവ് സംസാരിച്ച്, അയലകത്തുള്ളവരെ കാര്യവും ഇപ്പുറത്തെ കാര്യവും അപ്പുറത്തെ കാര്യവും പറഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിനകത്ത് തല്ലും പിടിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എവിടം വരെ ഇത് പോകും. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കോപം, വെറി, വൈരാഗ്യം ഇരുന്നാൽ നമുക്ക് പ്രസംഗിക്കാനോ പ്രസംഗം കേൾക്കാനോ പറ്റില്ല. എത്ര ആരാധന നടന്നാലും സ്തോത്രം, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങും. എത്ര വചന പ്രസംഗം കേട്ടാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തൂങ്ങും. അതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടായ സാത്താന് നിന്നെ തൊട്ടാൻ പറ്റത്തില്ല. പക്ഷെ നിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജഡപ്രവൃത്തികൾ, നിൻ്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് സാത്താൻ നിന്നെ കയ്യിലെടുത്തിരിക്കും. ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ നന്നായിട്ട് സ്വയം ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. ഞായറാഴ്ച പോകുമ്പോൾ ഒരു ചിരിയും. എന്തിനധികം ഞായറാഴ്ച ചർച്ചിൽ പോകുന്നതേ മസിൽ പിടിച്ചാണ് പോണേ. എന്നിട്ട് എന്ത് നേടി? എത്ര വർഷം നമ്മൾ ജീവിക്കും? എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് പക, പിണക്കം, അടി, വഴക്ക് ഇതൊന്നും മാറുന്നില്ല? എത്രയോ പാസ്റ്റേഴ്സ് മധ്യസ്ഥത അണച്ചണച്ചണച്ച് അവരൊരു വഴിയായി. നമ്മൾ മാറാതെ ഒന്നും മാറത്തില്ല. പൗലോസ് പറയുന്നു, നീ സ്വയം ആത്മഹത്യ ചെയ്ത് ഞങ്ങളിവിടെയുണ്ട്. ഞാൻ ആണ് ആ ജയിലിൽ കിടന്നെങ്കിൽ ഫസ്റ്റ് ഒരു കല്ല് അവൻ്റെ നെഞ്ചിൽ വീഴാൻ പറഞ്ഞാൽ. കാരണം അത്രയ്ക്കുള്ള കോപം എനിക്കുണ്ട്. അടിയും പിടിയും ഒക്കെ ഒരു ആവശ്യമില്ലാതെയാണ് ആമത്തിലിട്ട് പൂട്ടിയെന്ന് ഞാൻ പറയും. പക്ഷേ പൗലോസ് ആകട്ടെ, ഷീലാസ് ആകട്ടെ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് മനസ്സിലാവണില്ല. നിങ്ങൾ കുറച്ചിരുന്ന് ഈ വചനം വായിച്ച് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഹൃദയത്തിൽ ആരോടത്തെങ്കിലും കയ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഭാര്യയുടെ ആകട്ടെ, മക്കളുടെ ആകട്ടെ, അല്ലെങ്കിൽ അയൽവകത്തെ ആകട്ടെ, ചർച്ചിൽ തന്നെ ആകട്ടെ, സ്വയം ക്ഷമിക്കുക. സ്വയം ക്ഷമിച്ചാൽ മതി. അവരെ ഈ സ്വയം ക്ഷമിക്കുക എന്ന് പറയുമ്പോഴാണ് അതൊരു ജയം. മനസ്സിലാക്കുക. അവർ ക്ഷമിച്ചു. വചനം പറയുന്നു, ആ കാരാഗ്രഹത്തിലെ മെയിൻ ആൾ, കുടുംബവും, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരുൾപ്പെടെ യേശുവിനെ അറിഞ്ഞു. അവർ സ്നാനപ്പെട്ടെന്നാണ് പറയുന്നത്. നമ്മൾ എവിടെയോ ക്ഷമിക്കാനുണ്ട്.
നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മളെവിടെയോ ക്ഷമിക്കാനുണ്ട്. ഇതൊരു അഭിനയ പ്രാർത്ഥനയോ അഭിനയ പ്രസംഗമൊന്നുമല്ല. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് പോയ എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ 365 പരം ജനം സ്തോത്രം ആ വചനം കേട്ട് ഭയങ്കര സന്തോഷം. നമ്മൾ ആരെയും സ്തോത്രം ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഈ തിരുവചനങ്ങൾ സംസാരിക്കുന്നത്. നമുക്കൊരു സ്വർഗമുണ്ട്. ഇത് കേൾക്കുന്ന ഏത് വ്യക്തിയായിരുന്നാലും, അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ അതൊന്നും ഇവിടെ വിഷയമല്ല. നിൻ്റെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്. നമുക്കൊരു സ്വർഗമുണ്ട്. മരിച്ചാൽ എവിടെ പോകുമെന്ന് ചിന്തിക്കണം. കുടുംബത്തിനകത്ത് വേണ്ടത് ഏറ്റവും വലിയത്, ഒന്നുകൂടി ഞാൻ പറയുന്ന, ക്ഷമ. നമുക്ക് പോലും അറിയാതെ നമ്മളെ ദ്രോഹിച്ചവരെ, നമ്മളെ വിഷമിപ്പിച്ചവരെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ്. അത് സാത്താനും അറിയാം, പരിശുദ്ധാത്മാവിനും അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം വചനത്തിൽ യൂദയോട് സംസാരിക്കുന്ന ഓരോ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിൻ്റെ ഹൃദയത്തിനകത്താണ്, യൂദയുടെ ഹൃദയത്തിനകത്താണ്. യേശുവിൻ്റെ കൂടെ നടന്നതല്ലേ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ കേൾക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ മാറിയേ പറ്റൂ. ഇത് കേട്ട് നിങ്ങൾ പ്രാർത്ഥന ഭൂമിയിൽ ചെന്ന് അല്പം നേരം ദൈവസന്നിധിയിലിരിക്കുക. ദൈവമേ, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് എത്ര നാളായി, ഞാൻ ആത്മാവിൽ ആരാധിച്ചിട്ട് എത്ര നാളായി, ഞാൻ തീയുടെ അഭിഷേകത്തിൽ നിന്നിട്ട് എത്ര നാളായി, ഞാൻ തീയുടെ വചനങ്ങൾ പ്രസംഗിച്ചിട്ട് എത്ര നാളായി, ഞാൻ എത്ര നാളായി വചന ആഴത്തിൽ ധ്യാനിച്ചിട്ട്. സ്വയം ചിന്തിക്കുക. നിങ്ങൾ ആരോടും പറയട്ടെ, പാസ്റ്റർ എനിക്ക് ഇന്നതാണ് അതാണ് ഇത്. നോ. കാരണം പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. ഏലിയാവെ തട്ടി ഉണർത്തി, ഏലിയാവെ എനിക്ക് അതെടുത്ത് കഴിക്ക്. എന്തുവാ? തുരുത്തിയിലെ വെള്ളവും അടയും. ഇതെവിടെ നിന്ന് വന്ന്? മരിക്കാനായിട്ട് കിടന്നില്ലേ ഏലിയാവ്? ഇതെവിടെ നിന്ന് വന്നേ? സ്തോത്രം. ഇതിൽ കേൾക്കുന്ന ആരോട് തട്ടി ഉണർത്തി പറയുന്ന പരിശുദ്ധാത്മാവ്, നീ എണീറ്റ് വാ. നീ പഴയതുപോലെ പ്രാർത്ഥിക്കേ, അന്യഭാഷയിൽ നിറയെ. നിന്നെക്കൊണ്ട് അനേക കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നെന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, നിൻ്റെ അകത്തെ അകൃത്യങ്ങളെ നീ മാറ്റ്, കയ്പുകളെ മാറ്റ്, വൈരാഗ്യങ്ങളെ മാറ്റ്. എന്ത് കാരണം? എന്നെ ചെയ്തവനെ ഞാൻ ചെയ്യും എന്ന ചിന്ത ഉണ്ട്, ഇല്ലെന്നല്ല. നീ ക്രൂശിൽ നോക്ക്, ക്രൂശിൽ നോക്ക്. ഞാൻ ക്ഷമിച്ചു എന്നാണ് യേശു പറയുന്നത്. സ്തോത്രം. ആ പൗലൂസും ശീലാസും അവർ രണ്ടുപേരും മാത്രമേ അതിനകത്തുള്ളതെന്നാണ് വിചാരിക്കണം. അല്ല, ഒത്തിരി പേര് അതിനകത്തുണ്ട്. ആ ജയിൽ ഇടിഞ്ഞിട്ട് പോലും അവിടുത്തെ ഒരു പ്രതികൾ പോലും ഇറങ്ങി ഓടിയിട്ടില്ല. ഞാനും ജയിലിൽ കിടന്നവനാണ്. സ്തോത്രം. ഒരു പഴുതീട്ടി ഓടി തള്ളിക്കളയും. ഇവിടെ ആരും ഓടിയിട്ടില്ല. അവർ പൗലോസിനെയും ശീലാസിനെയും നോക്കി, അവിടെയുള്ള കാരാഗ്രഹ സ്തോത്രം ആ വ്യക്തിയെ നോക്കി. എന്തിനാ നോക്കിയേ? സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും മരിക്കരുത് എന്ന് പറഞ്ഞൊരു വാക്ക്. ഇതെങ്ങനെ സംഭവിച്ചു? യേശു ഹൃദയത്തിലുള്ള ഉണ്ടതുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷമിക്കേ. സഭാ പാസ്റ്ററെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. ഈ സഭാ പാസ്റ്ററൊക്കെ കുറിച്ചൊക്കെ ഇപ്പോഴും മോശമായി സംസാരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. എന്നെ പറഞ്ഞതിലാണ്. നോ, അത് ദൈവം നോക്കിയോളൂ. പക്ഷെ ശൗലാകട്ടെ, ദാവീദ് പറഞ്ഞ എന്തുവാ? ഒരഭിഷേകത്തിൻ്റെ നേരെ കൈവയ്ക്കരുത്, അത് ദൈവം നോക്കിയോളൂ എന്നതുപോലെ നമ്മളുടെ ഉള്ളിനകത്ത് കയ്പും വെറിയും ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് പറ, കർത്താവേ എന്നെ ഒരു പുതു മനുഷ്യനാക്കി എന്നെ നീ മാറ്റിത്തരണമേ. ഹൃദയം പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കേ, കയ്പുണ്ടെങ്കിൽ മാറ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. വളരെ നന്ദിയുണ്ട്. എന്തിനെന്നറിയാവോ? 365 പേര് ആ വചനം കേട്ടതിന്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.